ഞാൻ പറഞ്ഞതിൽ നിനക്ക് വിഷമം തോന്നിയോ? ശിവാനിയെയും നിധിയും തമ്മിൽ കമ്പയർ ചെയ്തൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ശിവാനിക്ക് ഇതിനൊക്കെ എവിടുന്നാ സമയം? ഒന്നുകിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കും, അല്ലെങ്കിൽ കുറെ ആവശ്യമില്ലാത്ത ദുരാഗ്രഹങ്ങൾ പറയും. ഇപ്പൊ പുതിയ ഹോബിയാണല്ലോ, 24 മണിക്കൂറും അവൾ അമ്മയും കൂട്ടി കറങ്ങി നടക്കുകയല്ലേ. എടാ, ഇതിനൊക്കെയുള്ള പണം നിന്റെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും എടുക്കുന്നത്. എന്റെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ അവളുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അയച്ചു കഴിഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞത്. അതിന് ഞങ്ങൾക്കാണെങ്കിൽ കൊടുത്തിട്ടുണ്ട്. നീ വെറുതെ അവളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് ബിസിനസ്സിലുള്ള ശ്രദ്ധ കുറയ്ക്കരുത്. എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാ ഇതുവരെയുള്ള വിജയങ്ങളുടെ എല്ലാ അവകാശി ഗൗതമായി മാറും. പിന്നെ ഞാൻ അധ്വാനിച്ചതിന് പോലും ഒരു വിലയും കാണില്ല. തൽക്കാലം ശിവാനിയെ ബിസിനസ് കാര്യങ്ങളിൽ അടുപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. അവൾക്ക് അതിനുള്ള ഇൻട്രസ്റ്റും ഇല്ല, അതിനുള്ള ബുദ്ധിയും ഇല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടല്ലേ ആന്റിയെ ഞാൻ ഓഫീസിലോട്ട് കൊണ്ടുവന്നത്. ഇതുപോലുള്ള ടിപ്സ് പറഞ്ഞു തരാനും എന്നെ തിരുത്താനും ആന്റി കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല. ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നാൽ എപ്പോഴും ഞാൻ നിനക്കൊപ്പം കാണും. ഗൗതം എത്തിയതിനേക്കാൾ വലിയ ഉയരങ്ങളില് നിന്നെ ഞാൻ എത്തിക്കുകയും ചെയ്യും. ഞാൻ എന്തോ അല്ലേ ചെയ്യേണ്ടത്? ഈ പ്രൊജക്ട് നമുക്ക് നഷ്ടപ്പെടരുത്. വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഹൈടെക് സിറ്റിയുടെ ഓഫീസിൽ പോയി സംസാരിക്കാം. അതെന്തായാലും പോകേണ്ടി വരും. എപ്പോഴത്തേക്ക് പോണമെന്നത് ഞാനൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പറയാം. താങ്ക്സ് ആന്റി. ആന്റി ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അബദ്ധത്തിൽ ചെന്ന് ചാടിയനെ. താങ്ക് യു വെരി മച്ച് ആന്റി. നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട, സ്നേഹം ഉണ്ടാവണം, അത് മാത്രം മതി എനിക്ക്. ഒരോട്ടോ പിടിച്ചങ്ങ് പോവാന്ന് പറഞ്ഞാ കേൾക്കില്ല. ഒന്നാമത് വയ്യാത്തതാ. ഇനി എത്ര ദൂരം നടക്കണമെന്നറിയോ? അതിനും വേണ്ടി ദൂരം ഒന്നും ഇല്ലല്ലോ. കുറച്ചൊക്കെ നടക്കുന്നത് മനുഷ്യന് നല്ലതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആന്റിയുടെ കാര്യം ഉദ്ദേശിച്ചത്. നീയും ഗൗതമും കൂടി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാനിപ്പോ ഡബിൾ സ്ട്രോങ് അല്ലേ. ഒരു കുഴപ്പമില്ല. എന്താ? അയ്യോ, ഒരു കാര്യം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മറന്നു. എന്ത്? എന്റെ ഫോൺ സൂപ്പർ മാർക്കറ്റിന്റെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുവാ. ആ, ബെസ്റ്റ്. വാ, ഇനി തിരിച്ചു നടക്കാം. പോയി എടുത്തിട്ട് വരാം. ആ, ഒരു കാര്യം ചെയ്യാം. ഇനി ആന്റി അവിടം വരെ നടക്കണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം. ആന്റി ഇവിടെ തന്നെ നിൽക്ക്. എന്നാ വേഗം ചെല്ല്. ഞാൻ നിന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം. ആരെങ്കിലും എടുക്കുകയാണെങ്കിലേ ആളങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാലോ. ശരി. ഹലോ, ഈ ഫോൺ അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുകയാണോ? അതെ, ഞങ്ങളിപ്പോ അവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നായിരുന്നു. അവിടെ ക്യാഷ് കൗണ്ടറിൽ വെച്ച് മറന്നുപോയതാ. എന്റെ മരുമോളുടെ ഫോണ് എടുക്കാനായിട്ട് അവൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഒന്നെടുത്ത് വെച്ചേക്കണേ. ആ, ശരി ശരി. അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഗൗതമനെ നിധിയും ഈശ്വരമംഗലത്ത് നിന്നും ഇറക്കി തെരുവിലാക്കിയിട്ടും തനിക്ക് സമാധാനമായില്ല അല്ലേ? ഇപ്പൊ ഇയാൾക്ക് ഗൗതമന്റെ അമ്മയെ കാണണം അല്ലേ? അമ്മ ആരാണ് അച്ഛൻ ആരാണെന്നൊക്കെ ചോദിച്ച് ഇനിയും നിങ്ങൾ ഗൗതമന്റെ പുറകെ കൂടി അനാഥനെന്ന് വിളിച്ച് അവനെ ആക്ഷേപിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ എന്റെ തനി രൂപം താൻ കാണും കേട്ടോ. കൊമ്പുകുലുക്കി നടന്ന മതയാനയെ കൂച്ചുവലങ്ങിട്ട് തളച്ചു കഴിഞ്ഞപ്പോ ആനപ്പിണ്ടോ ആണല്ലോ ഭീഷണിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. തന്തയില്ലാത്തവൻ എന്നും തന്തയില്ലാത്തവൻ തന്നെയാ. അങ്ങനെ ഒരുത്തൻ ഈ CKCയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിൽ വന്നു നിന്നാൽ അവന്റെ ഓർമ്മകൾ പോലും അവശേഷിക്കാത്ത വിധം അടിവേരറുത്ത് നശിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങൂ. കേട്ടോടി, തന്തയും തള്ളയില്ലാത്തവനൊന്നും ഈ ചന്ദ്രബോസിനെ വെല്ലുവിളിക്കാൻ വരണ്ട.
ഗൗതമിന് തന്തയും തള്ളയില്ലെന്ന് തന്നോട് ആരാ പറഞ്ഞേ? അവൻ അമ്മയുണ്ട്, അച്ഛനുണ്ട്.